നമസ്കാരം. ബീഹാർ മാതൃക കേരളത്തിലേക്ക്. കേരളമടക്കം 5 സംസ്ഥാനങ്ങളിൽ ബീഹാർ മാതൃകയിൽ വോട്ടർ പട്ടിക പരിഷ്കരണം. ESI പരിധിയിലുള്ളവർക്ക് ആശ്വാസ വാർത്തയാണ് ഇന്ന് വന്നത്. 30,000 രൂപയാക്കി വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ അവസാന ഘട്ടത്തിലാണ്. ടോപ്പ് 10ലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം ഇന്നത്തെ പ്രധാന വാർത്തയിലേക്ക്. കേരളത്തിലും സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് നടപടി തുടങ്ങുന്നു. ആശങ്ക വേണ്ടെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കർ. അടിസ്ഥാനമാക്കുന്നത് 2002 വോട്ടർ പട്ടിക. ആധാർ ഉൾപ്പെടെ 12 രേഖകളിൽ ഒന്ന് നൽകാം. 20-ന് രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം ചേരും. ന്യൂനപക്ഷ സംഗമത്തിൽ വിശദീകരണവുമായി സർക്കാർ. ന്യൂനപക്ഷ സംഗമം മാത്രമല്ല, 33 വകുപ്പ് തല സംഗമങ്ങളാണ് നടത്തുന്നതെന്ന് വിശദീകരണം. തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ സർക്കാരിന് പേടിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ മുഴുവൻ രേഖകളും പിടിച്ചെടുക്കാൻ ഹൈക്കോടതി നിർദ്ദേശം. വീഴ്ച സമ്മതിച്ച് ദേവസ്വം ബോർഡ്. CPI-യിൽ കടുംവെട്ട്. മുതിർന്ന നേതാക്കൾ സംസ്ഥാന നേതൃത്വത്തിന് പുറത്ത്. നിർണായകമായത് പ്രായപരിധിയും വിഭാഗീയതയും. അതൃപ്തി തുറന്നു പറഞ്ഞ് ES ബിജിമോളും GS ജയലാലും. സംസ്ഥാന സെക്രട്ടറിയായി ബിനോയ് വിശ്വം തുടരും. വരുംകാല പോരാട്ടങ്ങളിൽ വീറോടെ പൊരുതുമെന്ന് ബിനോയ് വിശ്വം. നേതാക്കൾക്കെതിരെ ഗുരുതര ആരോപണവുമായി DYFI തൃശൂർ ജില്ലാ സെക്രട്ടറി ശരത് പ്രസാദിന്റെ ശബ്ദരേഖ. MK കണ്ണൻ, AC മൊയ്തീൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് വലിയ സാമ്പത്തിക സ്വാധീനമുണ്ടെന്ന ആരോപണം. വർഷങ്ങൾക്ക് മുൻപുള്ള ഓഡിയോ എന്നും വിശദീകരണം തേടുമെന്നും CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൾ ഖാദർ. വിവാദമായതോടെ പറഞ്ഞതിൽ നിന്നും മലക്കം മറിഞ്ഞ് ശരത് പ്രസാദ്. കോഴിക്കോട് ബേപ്പൂർ ബീച്ചിൽ അടിസ്ഥാന സൗകര്യങ്ങളില്ലെന്ന് വിമർശനം. പാർക്കിംഗ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പരിഹാരമായാലേ ബേപ്പൂരിന്റെ വികസനം പൂർണ്ണമാകൂ എന്ന് നാട്ടുകാർ. വിനോദസഞ്ചാരികളെ ആകർഷിക്കാനുള്ള പുതിയ പദ്ധതികൾ വേണമെന്നും ആവശ്യം. ടോപ്പ് 10 സ്പെഷ്യൽ. സംഘർഷത്തിന് ശേഷം പ്രധാനമന്ത്രിയുടെ ആദ്യ മണിപ്പൂർ സന്ദർശനം നാളെ. 8,500 കോടി രൂപയുടെ പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. നരേന്ദ്രമോദിയുടെ അമ്മയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പുറത്തിറക്കിയ AI വീഡിയോ വിവാദത്തിൽ വീണ്ടും അപമാനിക്കുന്നുവെന്നും രാഹുൽ ഗാന്ധിയുടെ അറിവോടെയെന്നും BJP. നേപ്പാൾ പാർലമെന്റ് പിരിച്ചുവിട്ടു. സുശീല കർക്കി നേപ്പാളിന്റെ ഇടക്കാല പ്രധാനമന്ത്രി. സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. സുശീലയെ പ്രധാനമന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെട്ടത് ജൻസി പ്രക്ഷോഭകർ. ഇന്ന് അർദ്ധരാത്രി മുതൽ അടിയന്തരാവസ്ഥ. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് ജപ്പാനിലെ ടോക്കിയോയിൽ നാളെ തുടക്കം. പങ്കെടുക്കുന്നത് വിവിധ രാജ്യങ്ങളിൽ നിന്നുമായി 2,200-ലേറെ കായിക താരങ്ങൾ. ഇന്ത്യൻ ടീമിൽ 19 അംഗങ്ങൾ. രാജ്യത്തെ കനത്ത ചൂടിൽ ആശങ്ക. പാർട്ടി പ്രവർത്തകനെ കള്ളക്കേസിൽ കുടുക്കിയ സംഭവത്തിൽ ആരോപണ വിധേയനായ കോൺഗ്രസ് പഞ്ചായത്ത് അംഗം ജീവനൊടുക്കിയ നിലയിൽ. മരിച്ചത് വയനാട് മുള്ളൻകൊല്ലി പഞ്ചായത്ത് അംഗം ജോസ് നെല്ലേടം. ആത്മഹത്യയ്ക്ക് പിന്നിൽ കോൺഗ്രസിലെ ഗ്രൂപ്പ് പോരെന്ന ആരോപണം. സ്റ്റോറി ഓഫ് ദ ഡേ. ഇനി ഇഷ്ടം പോലെ കണ്ണന് ഇഷ്ട നൈവേദ്യം. വാർത്തകൾ വിശദമായി നോക്കാം. സംസ്ഥാനത്ത് സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾക്ക് തുടക്കമാകുന്നതിനായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കർ. ഡിജിറ്റൽ പരിശോധന തിങ്കളാഴ്ച ആരംഭിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് പരിഷ്കരണ നടപടികൾ പൂർത്തിയാക്കുമെന്നും തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. രാജ്യത്താകമാനം സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് തയ്യാറെടുക്കുകയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇതിന്റെ ഭാഗമായാണ് സംസ്ഥാനത്തും പരിഷ്കരണ നടപടികൾക്ക് തുടക്കം കുറിക്കുന്നത്. ഇക്കാര്യത്തിൽ യാതൊരു ആശങ്കയ്ക്കും ഇടയില്ലെന്നും യോഗ്യരായ എല്ലാവരും വോട്ടർ പട്ടികയിൽ ഉണ്ടാകുമെന്നും രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇത് സംബന്ധിച്ച് ഈ മാസം 20-ന് ബോധവൽക്കരണം നൽകുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കർ പറഞ്ഞു. പുതിയതായിട്ടുള്ള ഒരു ഇലക്ട്രൽ റോളിന് നമ്മൾ രൂപം നൽകുന്നു. അതായത് ഓരോരോ BLO എനുമറേഷൻ ഫോം വഴി ഓരോരോ വീട്ടിലേക്ക് പോയിട്ട് ഡോക്യുമെൻറ്റിൻ്റെ വെരിഫിക്കേഷൻ നടത്തിയ ശേഷം ഒരു പുതിയതായിട്ട് ഫ്രഷ് ആയിട്ടുള്ള ഒരു ഇലക്ട്രൽ റോള് ഇതിനാണ് രൂപം നൽകിയിട്ട് പബ്ലിഷ് ചെയ്യാൻ പോകുന്നത്. ഏകദേശം 2002 ഉണ്ടായിരുന്ന 80% ആൾക്കാരുടെ പേര് വിവരങ്ങൾ ഓൾറെഡി 2025 നിലവിലുണ്ട് എന്ന് പറഞ്ഞാൽ അത്ര ആൾക്കാർക്ക് വേറെ ഒരു ഡോക്യുമെൻറ്റേഷൻ കൊടുക്കേണ്ട ആവശ്യം
വരുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് കേരളയുടെ സിനാരിയോയിൽ നമുക്ക് കാണാൻ സാധിക്കാം. 20-ാം തീയതി നമ്മൾ പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ മീറ്റിംഗ് കൂടി വിളിച്ചിട്ടുണ്ട്. അതിൽ കൂടി നമ്മൾ ഈ കാര്യങ്ങളെല്ലാം അവരോട് വിശദീകരിക്കും. സുപ്രീം കോടതി നിർദ്ദേശിച്ച ആധാർ അടക്കം 12 രേഖകൾ വോട്ടർ പട്ടിക പുതുക്കലിന് തിരിച്ചറിയൽ രേഖയായി പരിഗണിക്കും. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന സമയപരിധിക്കുള്ളിൽ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കും. ബീഹാറിൽ പൂർത്തീകരിച്ച സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ചുവട് പിടിച്ചാണ് സംസ്ഥാനത്തും പരിഷ്കരണം നടപ്പാക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സർക്കാർ ന്യൂനപക്ഷ സംഗമം നടത്തുന്നുവെന്നതിൽ വിശദീകരണവുമായി ന്യൂനപക്ഷ വകുപ്പ് രംഗത്ത്. ന്യൂനപക്ഷ സംഗമം മാത്രമല്ല, 33 വകുപ്പ് തല സംഗമങ്ങളാണ് മന്ത്രിസഭാ തീരുമാനപ്രകാരം നടത്തുന്നത് എന്നതാണ് വിശദീകരണം. ഒക്ടോബർ 1 മുതൽ 30 വരെയാണ് വിവിധ ജില്ലകളിൽ വകുപ്പ് തല സെമിനാറുകൾ നടത്തുന്നത്. സർക്കാർ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് നടത്തുന്ന സംഗമത്തെ എതിർക്കുകയാണ് പ്രതിപക്ഷ കക്ഷികൾ. ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്നാലെ സർക്കാർ ന്യൂനപക്ഷ സംഗമം നടത്തുന്നതിന്റെ വിവരങ്ങൾ പുറത്തു വന്നതോടെയാണ് ന്യൂനപക്ഷ സംഗമങ്ങൾ മാത്രമല്ല എല്ലാ വകുപ്പുകളുടെയും സെമിനാറുകൾ സംഘടിപ്പിക്കാനാണ് സർക്കാർ തയ്യാറെടുക്കുന്നതെന്ന് വ്യക്തമാക്കുന്ന ഉത്തരവ് പുറത്തുവന്നത്. ഒക്ടോബർ 1 മുതൽ 30-ാം തീയതി വരെ വിവിധ ജില്ലകളിൽ വകുപ്പ് തല സെമിനാറുകൾ എന്ന പേരിൽ സംഗമങ്ങൾ സംഘടിപ്പിക്കുകയാണ്. നിലവിൽ കൊച്ചിയിലാണ് ന്യൂനപക്ഷ വകുപ്പ് സംഗമം സംഘടിപ്പിക്കുന്നത്. ഓരോ വകുപ്പിന്റെയും ഭാവി പ്രവർത്തനങ്ങൾ നിശ്ചയിക്കുന്നതിനായാണ് വിഷൻ 2031 എന്ന ലക്ഷ്യത്തോടെ വിവിധ സംഗമങ്ങൾ നടത്തുന്നത്. 500 മുതൽ 1000 വരെ ക്ഷണിതാക്കൾ ഓരോ സംഗമത്തിലും പങ്കെടുക്കും. ഓരോ വകുപ്പ് മന്ത്രിമാരുടെയും നേതൃത്വത്തിലാണ് സെമിനാറുകൾ സംഘടിപ്പിക്കുക. അതേസമയം വിവിധ കോണുകളിൽ നിന്നും സർക്കാരിന്റെ ന്യൂനപക്ഷ സംഗമത്തിന് എതിർപ്പുകളും ഉയരുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് സർക്കാർ സംഗമങ്ങൾ നടത്തുന്നതെന്നും സംഗമത്തിലൂടെ സർക്കാർ പരിഹാസ്യരാകുമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. 10ാമത്തെ കൊല്ലം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ അയ്യപ്പനോടുള്ള ഭക്തി അപ്പൊ നോക്കിയപ്പോ വിചാരിച്ചു അത് വേറെ തരത്തിൽ ചിത്രീകരിക്കപ്പെടും. അന്ന് ന്യൂനപക്ഷങ്ങള് അവർക്ക് വേണ്ടിയിട്ട് വേറെ സംഗമം. ഇതെന്താ ഇതെന്ത് പാർട്ടിയാണ്, എന്ത് സർക്കാരാണിത്? അതാ പിന്നെ എല്ലാ മതങ്ങളുടെയും എല്ലാ ജാതികളുടെയും ഉപജാതികളുടെയും ഒക്കെ സംഗമം നടത്തും. എന്താ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്? എന്താണ് ഗവൺമെന്റിന്റെ പർപ്പസ്? എന്താണ്? അവസാനം പിണറായി വിജയനും കൂട്ടരും കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ ഇപ്പൊ തന്നെ ആയി പരിഹാസപാത്രമാവും. ന്യൂനപക്ഷ സംഗമം, അയ്യപ്പ സംഗമം, ഇങ്ങനെ പരിപാടിയൊക്കെ നടത്തി. ന്യൂനപക്ഷ സംഗമത്തെ വിമർശിച്ച് മുസ്ലിം ലീഗും രംഗത്തെത്തി. പിണറായി സർക്കാരിന്റെ കാലത്തെ ന്യൂനപക്ഷ വിരുദ്ധ പ്രവർത്തനങ്ങൾ പുറത്തു കൊണ്ടുവന്ന് ന്യൂനപക്ഷ സംഗമത്തെ പ്രതിരോധിക്കാനാണ് ലീഗിന്റെ തീരുമാനം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ മുഴുവൻ രേഖകളും പിടിച്ചെടുക്കാൻ ഹൈക്കോടതിയുടെ നിർദ്ദേശം. ചീഫ് വിജിലൻസ് സെക്യൂരിറ്റി ഓഫീസർ രേഖകൾ പിടിച്ചെടുക്കണം. മുൻപ് എത്ര സ്വർണ്ണമുണ്ടായിരുന്നു എന്നതടക്കം കോടതി പരിശോധിക്കും. അനുമതിയില്ലാതെ സ്വർണം കൊണ്ടുപോയതിൽ ദേവസ്വം ബോർഡ് വീഴ്ച സമ്മതിച്ചു. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കേരളത്തിൽ ബിനോയ് വിശ്വം നയിക്കും. ആലപ്പുഴയിൽ ചേർന്ന സംസ്ഥാന സമ്മേളനം CPI സംസ്ഥാന സെക്രട്ടറിയായി ബിനോയ് വിശ്വത്തെ തെരഞ്ഞെടുത്തു. സംസ്ഥാന എക്സിക്യൂട്ടീവ് ഐക്യകണ്ഠമായാണ് ബിനോയ് വിശ്വത്തെ തെരഞ്ഞെടുത്തത്. കാനം രാജേന്ദ്രന്റെ നിര്യാണത്തെ തുടർന്ന് 2023 ഡിസംബർ 10-നാണ് രാജ്യസഭാംഗമായിരിക്കെ ബിനോയ് വിശ്വം സംസ്ഥാന സെക്രട്ടറിയുടെ ചുമതല ഏറ്റെടുത്തത്. ഒരു സമ്മേളനത്തിൽ ആദ്യമായി സംസ്ഥാന സെക്രട്ടറി ചുമതലയിലേക്ക് എത്തുന്നത് ഇതാദ്യം. സെക്രട്ടറി സ്ഥാനത്തേക്ക് മറ്റാരുടെയും പേര് ഉയരാൻ ഇടയില്ലെന്ന് കഴിഞ്ഞ ദിവസത്തെ സമ്മേളനത്തിൽ വ്യക്തമായിരുന്നു. ഇസ്മയിൽ പക്ഷവും K പ്രകാശ് ബാബു അനുകൂലികളും സെക്രട്ടറി സ്ഥാനത്തേക്ക് മറ്റാരെയും നിർദ്ദേശിച്ചില്ല. ഇതോടെ സെക്രട്ടറി ആരെന്ന ചോദ്യത്തിന് ഒരു ഉത്തരമായി. തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്താൻ തയ്യാറാണെന്നും അക്കാര്യത്തിൽ പിടിവാശിയില്ലെന്നും ബിനോയ് വിശ്വം സമ്മേളനത്തിൽ സൂചിപ്പിച്ചിരുന്നു. സമ്മേളനത്തിന് ശേഷം മാധ്യമങ്ങളെ കണ്ട പാർട്ടി സെക്രട്ടറി അച്ചടക്കവും ലക്ഷ്യബോധവുമുള്ള കമ്മ്യൂണിസ്റ്റായി ചുമതല തുടരുമെന്നും മതനിരപേക്ഷതയെ രക്ഷിക്കേണ്ട കാലത്ത് വരുംകാല പോരാട്ടങ്ങളിൽ വീറോടെ പൊരുതുമെന്നും കൂട്ടിച്ചേർത്തു. ഉൾപാർട്ടി പോരും സർക്കാരിന്റെ ചില നിലപാടുകളിൽ വിരുദ്ധ മനോഭാവവും പ്രവർത്തകർക്കിടയിൽ പുകയുമ്പോഴാണ്
കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അമരത്തേക്ക് ബിനോയ് വിശ്വം ഒരിക്കൽ കൂടി എത്തുന്നത്. തൃശൂരിലുണ്ടായ പരാജയം വലിയ മുറിവായി അവശേഷിക്കുമ്പോൾ ജാഗ്രത കുറവുകൾ പരിശോധിച്ച് BJPയുടെ വളർച്ചയ്ക്ക് തടയിടുവാൻ ഇടതുപക്ഷ ഐക്യം കെട്ടിപ്പടുക്കുക എന്നതാകും പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ ബിനോയ് വിശ്വം നേരിടുന്ന പ്രധാന വെല്ലുവിളി. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കാനിരിക്കെ പാർട്ടിയെ ഒരു കുടക്കീഴിൽ അണിനിരത്തി ജനഹിതത്തിനൊപ്പം അണിചേരുക എന്നതും കനത്ത വെല്ലുവിളി തന്നെ. നിലവിൽ CPI കേന്ദ്ര കമ്മിറ്റി അംഗവും AITUC വർക്കിംഗ് പ്രസിഡന്റുമായ ബിനോയ് വിശ്വം CPI മുഖപത്രമായ ന്യൂ ഏജിന്റെ പത്രാധിപരുമാണ്. അമൃത ന്യൂസ്, ആലപ്പുഴ. CPI സംസ്ഥാന സമ്മേളനത്തിന് ആലപ്പുഴയിൽ ആവേശക്കൊടിയിറക്കം. ആലപ്പുഴ ബീച്ചിൽ നടന്ന പൊതുസമ്മേളനം ദേശീയ ജനറൽ സെക്രട്ടറി D. രാജ ഉദ്ഘാടനം ചെയ്തു. വിവിധ ജില്ലകളിൽ നിന്നുമായി 10,000-കണക്കിന് പ്രവർത്തകരാണ് ആലപ്പുഴയിലേക്ക് ഒഴുകിയെത്തിയത്. 43 വർഷങ്ങൾക്ക് ശേഷം ആലപ്പുഴയുടെ വിപ്ലവ മണ്ണിലേക്കെത്തിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനത്തെ വലിയ ആവേശത്തോടെയാണ് ഇടതുപക്ഷ പ്രവർത്തകർ ഏറ്റെടുത്തത്. മാസങ്ങൾക്ക് മുൻപേ ആരംഭിച്ച ആഘോഷ പരിപാടികളുടെ ഭാഗമായി വിവിധങ്ങളായ അനുബന്ധ പരിപാടികളാണ് സംഘടിപ്പിച്ചത്. സമ്മേളനത്തിന് സമാപനം കുറിച്ചുകൊണ്ട് ആലപ്പുഴ മുപ്പാലത്തിൽ നിന്ന് ആരംഭിച്ച ചുവപ്പ് സേനാ മാർച്ചിൽ വിവിധ ജില്ലകളിൽ നിന്നായി ആയിരക്കണക്കിന് പ്രവർത്തകർ അണിനിരന്നു. ബഹുജന റാലി പൊതുസമ്മേളന നഗരിയിലേക്ക് എത്തിയതോടെ ആലപ്പുഴ ബീച്ച് ചെങ്കടലായി മാറി. പൊതുസമ്മേളനം ദേശീയ ജനറൽ സെക്രട്ടറി D. രാജ ഉദ്ഘാടനം ചെയ്തു. LDFനെ ശക്തിപ്പെടുത്തുക എന്നത് CPIയുടെ ഉത്തരവാദിത്തമാണെന്നും രാജ്യത്തിന്റെ പ്രതീക്ഷയാണ് ഇടത് സർക്കാരെന്നും രാജ പറഞ്ഞു. RSS, they try to change the character of Indian nationhood. They think India should become a theocratic nation. അധ്യക്ഷ പ്രസംഗത്തിൽ BJPയെയും കോൺഗ്രസിനെയും കടന്നാക്രമിച്ച സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം LDFന് മൂന്നാം ഊഴം ഉണ്ടാകുമെന്നും ഇതിനായി CPI-CPM ബന്ധം ദൃഢപ്പെടുത്താൻ CPI ആഗ്രഹിക്കുന്നുവെന്നും കൂട്ടിച്ചേർത്തു. LDFന്റെ സുഭാജ്യമായ ഭാഗമാണ് CPI. LDFന്റെ രാഷ്ട്രീയത്തിന്റെ ശരികപ്പാറ്റി തികഞ്ഞ ബോധ്യമുണ്ട് CPIക്ക്. LDFനെ ശക്തിപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അതിനർത്ഥം കമ്മ്യൂണിസ്റ്റ് പാർട്ടി എപ്പോഴും ഇങ്ങനെ വാഴ്ത്തുപാട്ട് പാടുമെന്നല്ല. വിമർശിക്കേണ്ടവരെ കണ്ടാൽ വിമർശിക്കും CPI. പാർട്ടിയിൽ വിഭാഗീയത അനുവദിക്കില്ല എന്ന് പറഞ്ഞ സെക്രട്ടറി ഉൾപാർട്ടി ജനാധിപത്യം പാർട്ടിയിൽ ഇപ്പോൾ ഉള്ളതുപോലെ ഇനിയും ഉണ്ടാകുമെന്നും പ്രവർത്തകരെ ഓർമ്മിപ്പിച്ചു. അതേസമയം വിവാദങ്ങൾക്കൊടുവിൽ പൊതുസമ്മേളന വേദിയിലെത്തിയ മുൻ ദേശീയ കൗൺസിൽ അംഗം KE ഇസ്മായിൽ യോഗം ആരംഭിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ കാണികളുടെ ഇരിപ്പിടത്തിൽ മുൻനിരയിൽ ഇരിപ്പുറപ്പിച്ചെങ്കിലും പൊതുസമ്മേളനം ആരംഭിക്കും മുൻപേ തിരികെ മടങ്ങി. പുതിയ സംസ്ഥാന കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ വെട്ടിനിരത്തൽ നടന്നു എന്നത് സംബന്ധിച്ച് ചില നേതാക്കൾക്കിടയിൽ അഭിപ്രായ ഭിന്നതകൾ നിലനിൽക്കെ പാർട്ടിയെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകുക എന്നത് തന്നെയാകും പുതിയ സെക്രട്ടറി നേരിടുന്ന പ്രധാന വെല്ലുവിളി. അമൃത ന്യൂസ്, ആലപ്പുഴ. തൃശൂർ ജില്ലയിലെ CPM ജില്ലാ സംസ്ഥാന നേതാക്കൾക്കെതിരെ ഗുരുതര സാമ്പത്തിക ആരോപണം ഉന്നയിക്കുന്ന DYFI ജില്ലാ സെക്രട്ടറി ശരത് പ്രസാദിന്റെ ശബ്ദ സംഭാഷണം പുറത്ത്. കപ്പലണ്ടി വിറ്റ് നടന്ന മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം MK കണ്ണൻ കോടിപതിയായെന്നും നിലവിലെ സംസ്ഥാന കമ്മിറ്റി അംഗമായ AC മൊയ്തീന് ടോപ്പ് ക്ലാസുമായാണ് ഡീലിംഗ് എന്നും DYFI ജില്ലാ കമ്മിറ്റി അംഗമായ നിബിൻ ശ്രീനിവാസനുമായി നടത്തിയ സംഭാഷണത്തിൽ ശരത്ത് പറയുന്നു. CPMലെ ഉന്നത നേതാക്കളെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതാണ് ശരത് പ്രസാദിന്റെ സംഭാഷണം. കപ്പലണ്ടി വിറ്റ് നടന്ന MK കണ്ണൻ കോടിപതിയായെന്നും AC മൊയ്തീന് ടോപ്പ് ക്ലാസുമായാണ് ഡീലിംഗ്സ് എന്നും ശരത്ത് പറയുന്നു. വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റലപ്പള്ളിയുടെ പേരും പുതുക്കാട് MLA KK രാമചന്ദ്രന്റെ പേരും സംഭാഷണത്തിൽ വരുന്നുണ്ട്. CPMന്റെ ജില്ലാ ലീഡർഷിപ്പുള്ള ആർക്ക് പ്രശ്നമുണ്ട്, സാമ്പത്തിക പ്രശ്നം അവർക്കുണ്ടാവില്ല. അങ്ങനൊരു ഘട്ടം കഴിഞ്ഞാൽ അവരുടെ ലെവൽ മാറും. ഇവരുടെ ഇൻട്രാക്ഷൻ കണ്ണാട്ടൊക്കെ ഓടാനോടി വെക്കും. പൊളിറ്റിക്സിന് രക്ഷപ്പെട്ടാണ്. കപ്പലണ്ടിയാണ് കപ്പലണ്ടി കച്ചവടമായിരുന്നു തൃശ്ശൂരാണ്. ആളെന്ന് കാണുന്ന നിലയിൽ അയാൾക്ക് ചുരുങ്ങിയത് കോടാനോടി വെച്ചാൽ AC മൊയ്തീൻ നിസ്സാര ആൾക്കാരാണ്. എന്ന് പറഞ്ഞാൽ ജില്ലയിലത്തെ വലിയ വലിയ എന്താണ് അത്ര അപ്പർ ക്ലാസ് ആളുകളുടെ ഇടയിൽ ഇൻട്രാക്ട് ചെയ്യുന്ന ആൾക്കാരവരൊക്കെ AC മൊയ്തീൻ കണ്ടംകുളത്തി. അതേസമയം ശരത്തിന്റെ പുറത്തുവന്ന സംഭാഷണം വർഷങ്ങൾക്ക് മുൻപുള്ളതാണെന്നും അതിൽ പറയുന്ന കാര്യങ്ങളിലൊന്നും അടിസ്ഥാനമില്ലെന്നും CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ പ്രതികരിച്ചു. ശരത്തിനോട് വിശദീകരണം തേടുമെന്നും സംഭാഷണം അനുചിതമാണെന്നും അബ്ദുൽ ഖാദർ പറഞ്ഞു. അനുചിതമായൊരു പരാമർശം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയതാണെങ്കിൽ പോലും അത് തീർച്ചയായിട്ടും തെറ്റായിട്ടുള്ള ഒരു കാര്യമായിട്ട് കാണുകയാണ്. ശരത്തുമായിട്ട് അദ്ദേഹത്തിൽ നിന്ന് വിശദീകരണം തേടാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്.
ശരത്തുമായി സംസാരിക്കുകയും നടത്തറയിലെ സഹകരണ സ്ഥാപനവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ആരോപണം ഉന്നയിക്കുകയും ചെയ്ത നിബിൻ ശ്രീനിവാസനെ CPM നടത്തറ വെസ്റ്റ് LC അംഗത്വത്തിൽ നിന്നും പുറത്താക്കി. ശരത്തിന്റെ സംഭാഷണത്തിൽ ഞെട്ടലില്ല എന്ന കോൺഗ്രസ് നേതാവ് അനിലക്കര പ്രതികരിച്ചു. ശരത്തിന്റെ വെളിപ്പെടുത്തൽ ഗൗരവതരമാണെന്നും CPM നേതാക്കളുടെ അനധികൃത സമ്പാദ്യം പാർട്ടിയിലെ ഒരു വിഭാഗം യുവ നേതാക്കൾ അനുവദിക്കുന്നില്ലെന്നും കോൺഗ്രസ് നേതാവ് അനിലക്കര പറഞ്ഞു. തൃശൂർ ജില്ലയിലെ CPM നേതാക്കന്മാരുടെ അവിഹിത സമ്പാദ്യം പാർട്ടിയിലെ ഒരു തലമുറ അല്ലെങ്കിൽ ഒരു വിഭാഗം അംഗീകരിക്കുന്നില്ല എന്നതിന്റെ കൂടി തെളിവാണ്. തൃശൂരിലെ CPM വലിയ അധോലോക മാഫിയാണെന്ന BJP നേതാവ് MT രമേശും പ്രതികരിച്ചു. തൃശൂർ ജില്ലയിലെ CPM നേതൃത്വം ഒരു വലിയ അധോലോക മാഫിയ സംഘമാണ് എന്ന് ആ പാർട്ടിക്കകത്ത് തന്നെയുള്ള ആളുകൾ പരസ്യമായി സമ്മതിക്കുന്ന വാർത്തകൾ പുറത്തു വന്നിരിക്കുകയാണ്. അതേസമയം സംഭവം വാർത്തയായതോടെ തന്റെ ഓഡിയോ സന്ദേശത്തിന്റെ ആധികാരികത ദുരൂഹമാണെന്ന വാദവുമായി ശരത് പ്രസാദ് രംഗത്തെത്തി. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു ശരത്തിന്റെ ന്യായീകരണം. അമൃത ന്യൂസ്, തൃശൂർ. വിനോദസഞ്ചാരികളെ ആകർഷിക്കാനായി കോഴിക്കോട് ബേപ്പൂർ ബീച്ചിൽ കോടികളുടെ വികസന പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. അതേസമയം ഉത്സവവേളകളിലെത്തുന്ന സഞ്ചാരികളെ സ്വീകരിക്കാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ബേപ്പൂരിൽ ഇല്ലെന്നാണ് പ്രദേശവാസികളുടെ പരാതി. പാർക്കിംഗ് ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യ വികസനം യാഥാർത്ഥ്യമായാലേ ബേപ്പൂരിന്റെ വികസനം പൂർണ്ണമാകുകയുള്ളൂ എന്ന് നാട്ടുകാർ പറയുന്നു. ടോപ് 10 സ്പെഷ്യൽ സ്റ്റോറിയിലേക്ക്. വാട്ടർ ഫെസ്റ്റ്, ഓണാഘോഷത്തോടനുബന്ധിച്ചുള്ള പുഷ്പമേള, അങ്ങനെയുള്ള ആഘോഷങ്ങളെല്ലാം നടന്നത് ബേപ്പൂരിലാണ്. കോഴിക്കോട്ടെ ആഘോഷത്തിന്റെ പ്രധാന ഇടങ്ങളിൽ ഒന്നു തന്നെയാണ് ബേപ്പൂർ. ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ മണ്ഡലമായതുകൊണ്ട് തന്നെ ബേപ്പൂരിനോട് വികസനത്തിന്റെ കാര്യത്തിൽ ആ കരുതലുമുണ്ട്. എന്നാൽ ഇത്രയധികം വിനോദസഞ്ചാരികളെത്തുന്ന ബേപ്പൂർ പുളിമൂട് ഉൾപ്പെടുന്ന ഇവിടെ നല്ലൊരു ശൗചാലയം പോലുമില്ല. ഒരുപാട് സ്ത്രീകളും കുട്ടികളും നമ്മൾ ആണുങ്ങൾക്ക് എവിടെയായാലും പോയിട്ട് എന്താ ചെയ്യുക, ഒരു മറ കിട്ടിയാൽ ഈ സ്ത്രീകൾ എന്ത് ചെയ്യും? അത്രയും ഒരു ദയനീയ അവസ്ഥയായിട്ട് ഈ ടൂറിസ്റ്റ് മേഖല ഉണ്ടാക്കിയിട്ട് അതിനുള്ള സജ്ജീകരണങ്ങൾ സർക്കാർ കാണണ്ടേ? ടൂറിസ്റ്റ് മേഖല ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇവിടെ എന്ന് പറഞ്ഞാൽ അതിനുള്ള സജ്ജീകരണങ്ങൾ മൊത്തം വേണം, എന്നാലേ ടൂറിസ്റ്റ് മേഖല ആവുള്ളൂ. അല്ല താൽക്കാലികം നമ്മളൊരു ഷോ വെച്ചുകൊണ്ട് ഇത് ടൂറിസ്റ്റ് മേഖല എന്ന് പറഞ്ഞാൽ അത് ഒരു പ്രാബല്യത്തിൽ വരുന്ന ഒരു ഇതിലല്ല ഉള്ളത്. ഇപ്പോൾ താൽക്കാലികം കൊണ്ടാകും എന്നാൽ നിന്ന് മണക്കത്തിട്ട് അതിനകത്ത് കയറാൻ പോലും പറ്റുന്നില്ല. അങ്ങനൊരു കണ്ടീഷനിലാണ് ഇപ്പോൾ ടൂറിസ്റ്റ് മേഖല ഉള്ളത്. മുൻപ് ബീച്ചിനകത്തേക്ക് വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള സാഹചര്യമുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അതിനനുവദിക്കുന്നില്ല. ബീച്ച് എത്തുന്നതിന് മുൻപുള്ള റോഡിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്ത് വേണം സഞ്ചാരികൾക്ക് ബീച്ച് ആസ്വദിക്കാൻ. പാർക്കിംഗ് ഏരിയ സൗകര്യം കുറവാണ്, അതാണ് മെയിനായിട്ട് വേണ്ടി. ഇതൊക്കെ മത്സ്യത്തൊഴിലാളികൾ താമസിക്കുന്ന വീടുകൾ ഇതൊക്കെയാണ്, പാർക്കിംഗ് ഏരിയ ഇല്ല ഇവിടെ. കരക്കെടുക്കുന്ന ഭാഗത്തെ ബോട്ട് ജെട്ടിയിലെ റാമ്പ് തകർന്നതോടെ ചാലിയത്തെയും ബേപ്പൂരിനെയും ബന്ധിപ്പിക്കുന്ന ജങ്കാർ സർവീസ് നേരത്തെ തന്നെ നിലച്ചിരുന്നു. ഇതും ടൂറിസ്റ്റുകളുടെ വരവിനെ ബാധിച്ചിട്ടുണ്ട്. അതേസമയം ജങ്കാർ ഇല്ലാതെ വലഞ്ഞ യാത്രക്കാർക്ക് ആശ്വാസമായി ഇപ്പോൾ ബോട്ട് സർവീസ് ആരംഭിച്ചിട്ടുണ്ട്. 18 ലക്ഷം രൂപ ചെലവിട്ട് പുതിയ ബോട്ട് ജെട്ടി നിർമ്മിക്കുക, പാർക്കിങ്ങിനുള്ള സൗകര്യമൊരുക്കുക എന്നിങ്ങനെയുള്ള അടിസ്ഥാന വികസന പ്രവൃത്തികൾ പൂർത്തീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അമൃത ന്യൂസ്, കോഴിക്കോട്. ബേപ്പൂർ ബീച്ച് സ്ഥിതി ചെയ്യുന്നത് പോർട്ടിന്റെ അധീനതയിലുള്ള സ്ഥലത്താണെങ്കിലും ബീച്ചിലെ വികസന പ്രവൃത്തികൾ നടപ്പിലാക്കുന്നത് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലാണ്. വിനോദസഞ്ചാരികൾ ഏറെയുള്ള ദിവസങ്ങളിൽ പലപ്പോഴും നാട്ടുകാരും സഞ്ചാരികളും തമ്മിൽ പാർക്കിങ്ങിനെ ചൊല്ലി തർക്കം ഉണ്ടാകാറുണ്ട്. കോടികൾ മുടക്കി നടത്തുന്ന വികസന പ്രവർത്തനം ഗുണം ചെയ്യണമെങ്കിൽ പാർക്കിംഗ് കൂടെ ഒരുക്കിയേ തീരൂ എന്നതാണ് നാട്ടുകാർ പറയുന്നത്. മെയിൻ ഇതാണ് പാർക്കിംഗ് സൗകര്യം തീരെ ഇല്ല. ഈ വാഹനങ്ങൾ ഫുള്ള് റോട്ടുമുലാണ് നിർത്തി പോകണം. എന്നിട്ട് പോലീസുകാർ വരെ വെറുതെ ഫോട്ടോ എടുക്കുക, ഫൈൻ അടിക്കുക, ആർക്കൊരു ഫ്രീഡം ഇല്ല. വന്നാൽ ഇവിടെ മുട്ടി, പിന്നെ തിരിച്ചു പോക്ക് ഭയങ്കര പാടാണ്. പരിഹരിച്ചാൽ അത്ര നല്ലത്, അല്ലെങ്കിൽ ജനങ്ങൾ ചിലപ്പോൾ ഒന്ന് പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങാനും ചാൻസ് ഉണ്ട്. കാരണം നമുക്ക് വീട്ടിൽ നിന്ന് നമ്മളെ സ്ഥലത്തേക്ക് വരാൻ പറ്റാത്ത അവസ്ഥയാണ്. അത്രയും തിരക്കാണ്. ബൈക്ക് പോയിട്ട് ആ ജനങ്ങൾക്ക് ഒന്ന് സ്വസ്ഥയിൽ നടക്കാൻ വരെ പറ്റാത്തൊരു സിറ്റുവേഷനാണ് ടൈമിന്. ഒരു 4 ദിവസം ഫെസ്റ്റ് നടക്കുമ്പോഴും അതേപോലെ ഇപ്പോൾ ഈ ഓണത്തിൻ്റെ ഫെസ്റ്റ് നടന്നപ്പോഴും ഇവിടെ ഡെലിവറി സംബന്ധമായ പെണ്ണുങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടായി. അതിനെന്തെങ്കിലും ഇവർ ചെയ്യണം. മുമ്പ് ഉമ്മൻചാണ്ടി സർക്കാർ സുനാമി ഫണ്ടിൽ നവീകരിച്ചതാണ് ബീച്ച്. അത് പിന്നീട് ഇവർ വീണ്ടും നവീകരണ പ്രവർത്തനത്തിൽ പാർക്കിംഗ് എന്ന് പറയുന്ന സംവിധാനം ഇല്ല ഈ ബേപ്പൂർ ബീച്ചിന്. ഈ ബീച്ച് എന്ന് പറയുന്നത് പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിന് കീഴിലാണ്. ഇത് DTPC ആണ് ടൂറിസം കൈകാര്യം ചെയ്യണേ. ഇവർ ഈ പാർക്കിംഗ് ഇപ്പോഴും ഇവിടെ വ്യക്തമാക്കിയിട്ടില്ല. ഇപ്പോഴും നവീകരണ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുക. ഞാനിപ്പോൾ ഇടതുവശത്തിൻ്റെ ആളെന്ന് വിചാരിക്കുള്ള ആളുകൾ, പക്ഷേ ഇടതുവശത്തിൻ്റെ ആളെ എല്ലാത്തവരോടും പോയി ചോദിക്കണം എന്താ അഭിപ്രായം. ഞാൻ ഇടതുവശത്തിൻ്റെ ആളെന്ന് വിചാരിച്ചിട്ട് ഞാൻ നല്ല അഭിപ്രായം പറയുള്ളൂ. അതാണ് ഈ പാർക്കിംഗ് സൗകര്യം പാർക്കിംഗ് സൗകര്യം ഇവിടെ ഇല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ പാർക്കിംഗ് സൗകര്യത്തിന് ഇവിടെ വികസനം വരുന്നുണ്ട്.
റോഡിൻ്റെ സർവൊക്കെ കഴിഞ്ഞിരിക്കുന്നത്. വിവരങ്ങൾ എം രാഗേഷ് നൽകും കോഴിക്കോട് നിന്നും. രാഗേഷ്, ബേപ്പൂർ ടൂറിസം മന്ത്രിയുടെ മണ്ഡലത്തിലാണ് എന്നതാണ് ഏറെ ശ്രദ്ധേയം. വിവരങ്ങൾ. അതെ, പറഞ്ഞതുപോലെ തന്നെ മന്ത്രിയുടെ മണ്ഡലമായതിനാൽ കാര്യമായ ശ്രദ്ധ തന്നെ ബേപ്പൂരിന് കിട്ടുന്നുണ്ട്. അതായത് വലിയ തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ ഓണാഘോഷത്തിൻ്റെ ഭാഗമായി ഫ്ലവർ ഷോ ഉൾപ്പെടെയുള്ള വലിയ പരിപാടികളാണ്, ബേപ്പൂർ വാട്ടർ ഫെസ്റ്റ് പോലുള്ള വലിയ പരിപാടികളാണ് ഈ മണ്ഡലത്തിൽ നടക്കുന്നത്. ഒപ്പം തന്നെ ബേപ്പൂരിൽ ഇപ്പോൾ പുളിമൂട് ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ ഫ്ലോറിൻ്റെ പ്രവൃത്തി പുരോഗമിക്കുന്നുണ്ട്, കൈവരികൾ കെട്ടുന്ന പ്രവൃത്തികൾ പുരോഗമിക്കുന്നുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ ആസൂത്രണമില്ലായ്മ എന്നുള്ളതാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. കാരണം മുൻപായിരുന്നെങ്കിൽ ബേപ്പൂർ പുളിമൂടിലേക്ക് ഉൾപ്പെടെ വാഹനങ്ങൾക്ക് അകത്തേക്ക് പ്രവേശനമുണ്ടായിരുന്നു. ഇപ്പോൾ അകത്തേക്ക് പ്രവേശനം അനുവദിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വരുന്ന വിനോദസഞ്ചാരികൾ പുറത്തെ റോഡിലാണ് വരിയായി ഈ വാഹനങ്ങൾ പാർക്ക് ചെയ്തിരുന്നത്. ഇത് വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ട്, നാട്ടുകാരുമായുള്ള ചെറിയ സംഘർഷങ്ങൾക്ക് കാരണമാകുന്നുണ്ട്, പോലീസുമായുള്ള വാക്കേറ്റത്തിന് കാരണമാകുന്നുണ്ട്. അതുകൊണ്ട് വലിയ വികസന പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ, വലിയ ആഘോഷങ്ങൾ നടക്കുമ്പോൾ വലിയ തരത്തിലുള്ള തിരക്ക് അനുഭവപ്പെടും. അത്തരത്തിലുള്ള തിരക്ക് ഒഴിവാക്കുന്നതിന് പാർക്കിംഗ് എന്നുള്ള ഒരു പ്രാഥമിക കാര്യം എങ്ങനെയെങ്കിലും അവിടെ നടപ്പിലാക്കണമെന്നുള്ളതാണ് നാട്ടുകാരുടെ ഒരു പ്രധാന ആവശ്യമെന്ന് പറയുന്നത്. അതേസമയം തന്നെ റോഡിൻ്റെ അളവ് എടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. വികസനങ്ങൾ വഴിയേ വരുമെന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇടത് ഭരണമാണ് ബേപ്പൂർ മണ്ഡലത്തിൽ. അതുകൊണ്ട് തന്നെ ഇടത് അനുകൂലികളായ ആളുകൾ പറയുന്നത്. ഏതായാലും നാട്ടുകാർക്ക് വലിയ ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിൽ ഇതിനുള്ള ഒരു സൗകര്യം ഒരുക്കുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ ബേപ്പൂരിൻ്റെ വികസനം പൂർണ്ണ അർത്ഥത്തിൽ നടപ്പിലാവൂ എന്നുള്ളതാണ് നാട്ടുകാരുടെ പരാതി. പ്രധാനമന്ത്രിയുടെ മണിപ്പൂർ സന്ദർശനം നാളെ. സംസ്ഥാനത്ത് കനത്ത ജാഗ്രത. 8500 കോടി രൂപയുടെ പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. മണിപ്പൂർ സംഘർഷമുണ്ടായതിനു ശേഷം ആദ്യമായാണ് പ്രധാനമന്ത്രി സംസ്ഥാനത്ത് എത്തുന്നത്. 2023 മെയ്യിലാണ് മണിപ്പൂരിൽ സംഘർഷം ഉടലെടുത്തത്. മെയ്തി കുക്കി വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിൽ 256 പേർക്ക് ജീവൻ നഷ്ടമായി. നിരവധി ആളുകൾ വീടുകൾ നഷ്ടപ്പെട്ട് കലാപത്തിന്റെ ഇരകളായി മാറി. സംസ്ഥാനത്ത് സമാധാനം പുനഃസ്ഥാപിച്ചുവെങ്കിലും പ്രധാനമന്ത്രി ഈ 2 വർഷക്കാലം മണിപ്പൂർ സന്ദർശിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ മോദിയുടെ മണിപ്പൂർ സന്ദർശനത്തിന് പ്രാധാന്യം ഏറെയാണ്. രാവിലെ 11 മണിക്കാണ് പ്രധാനമന്ത്രി മണിപ്പൂരിലെത്തുക. ചുരാചന്ദ്പൂരിലും ഇംഫാലിലും പൊതുസമ്മേളനത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. കലാപത്തിന് ഇരകളായ ആളുകളുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. 8500 കോടിയോളം രൂപയുടെ പദ്ധതികൾക്കും പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. 7300 കോടി രൂപയുടെ പദ്ധതി മെയ്തി വിഭാഗത്തിന് മേൽക്കോയ്മയുള്ള ചുരാചന്ദ്പൂരിലും 1200 കോടി രൂപയുടെ പദ്ധതികൾക്ക് കുക്കി ഭാഗത്തിന് സ്വാധീനമുള്ള ഇംഫാലിലും പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി വലിയ സുരക്ഷയാണ് സംസ്ഥാനത്താകെ ഒരുക്കിയിട്ടുള്ളത്. സംസ്ഥാന സായുധ വിഭാഗങ്ങൾക്ക് പുറമെ കേന്ദ്രസേനയും ഓരോ മേഖലയിലും നിലയുറപ്പിച്ചിട്ടുണ്ട്. നിലവിൽ രാഷ്ട്രപതി ഭരണത്തിന് കീഴിലാണ് മണിപ്പൂർ. വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കുന്നതിനപ്പുറത്തേക്ക് രാഷ്ട്രീയ നീക്കങ്ങൾ കൂടി ഉണ്ടാകുമോ എന്നുള്ളതാണ് പ്രധാനം. കുക്കി മെയ്തേ വിഭാഗങ്ങളുമായി ചർച്ച ചെയ്ത് സമാധാനം ഉറപ്പിച്ച ശേഷമാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം തീരുമാനിച്ചിരിക്കുന്നത്. എങ്കിലും ഇന്നലെ ഉൾപ്പെടെ ചില മേഖലകളിൽ നേരിയ സംഘർഷമുണ്ടായതുകൊണ്ട് പരിശോധനയും നിരീക്ഷണവും ശക്തമാക്കിയിട്ടുണ്ട്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമ്മയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പുറത്തിറക്കിയ AI വീഡിയോ വിവാദത്തിൽ മോദിയുടെ സ്വപ്നത്തിൽ മാതാവ് തന്നെ വോട്ടിനായി ഉപയോഗിക്കരുത് എന്ന് പറയുന്ന വീഡിയോ ആണ് വിവാദമായത്. ബീഹാർ PCC ആണ് AI വീഡിയോ ഇറക്കിയത്. മരിച്ചുപോയ അമ്മയോട് സാമ്യമുള്ള AI കഥാപാത്രം മോദിയുടെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് രാഷ്ട്രീയത്തിൽ തന്റെ പേര് ഉപയോഗിച്ചതിന് അദ്ദേഹത്തെ കർശനമായി ശാസിക്കുന്നു. മോദിയോട് സാമ്യമുള്ള AI കഥാപാത്രം ഇത് കേട്ട ഞെട്ടലോടെ ഉണരുന്നതോടെയാണ് രംഗം അവസാനിക്കുന്നത്. വീഡിയോ പുറത്തിറങ്ങിയതിന് പിന്നാലെ കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയരുന്നത്. മോദിയുടെ അമ്മയെ വീണ്ടും കോൺഗ്രസ് അപമാനിക്കുന്നുവെന്നാണ് BJPയുടെ ആരോപണം. രാഹുൽ ഗാന്ധിയുടെ അറിവോടെയാണ് ഇത്തരം നീക്കങ്ങളെന്നും BJP ആരോപിക്കുന്നു. സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ് സുശീല കാർക്കി നേപ്പാളിന്റെ ഇടക്കാല പ്രധാനമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഇന്ന് അർദ്ധരാത്രി മുതൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നേപ്പാളിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പദവിയിലെത്തിയ ഏക വനിതയാണ് സുശീല കാർക്കി. നേപ്പാൾ പാർലമെന്റ് പ്രസിഡന്റ് പിരിച്ചുവിട്ടിട്ടുണ്ട്. സുശീലയെ പ്രധാനമന്ത്രിയാക്കണമെന്ന് നേപ്പാളിലെ ജൻസി പ്രക്ഷോഭകർ ആവശ്യപ്പെട്ടിരുന്നു. രാഷ്ട്രീയ രംഗത്തുള്ളവർ തൽക്കാലം പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വേണ്ടെന്നായിരുന്നു അവരുടെ നിലപാട്. സമൂഹ മാധ്യമങ്ങൾ നിരോധിച്ചതിനെ തുടർന്നുള്ള പ്രക്ഷോഭത്തെ തുടർന്നാണ് ശർമ്മ ഒലിയുടെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ രാജിവെച്ചത്. നേപ്പാളിൽ ഇതുവരെ സ്ത്രീ പ്രധാനമന്ത്രി പദവിയിൽ എത്തിയിട്ടില്ല. പ്രക്ഷോഭത്തെ തുടർന്ന് KP ശർമ്മ ഒലി പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ചതോടെയാണ് സുശീല കാർക്കിയുടെ പേര് ഉയർന്നു വന്നത്.
കായിക വാർത്തകൾ നോക്കാം. 20ാം ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് നാളെ ടോക്കിയോയിൽ തുടക്കം. കോവിഡിനെ തുടർന്ന് ഒരു വർഷം വൈകി 2021 നടന്ന ഒളിമ്പിക്സിന് ശേഷം ജപ്പാൻ ആതിഥേയത്വം വഹിക്കുന്ന പ്രധാന മത്സരമാണിത്. ടോക്കിയോയിലെ നാഷണൽ സ്റ്റേഡിയമാണ് ഇക്കുറി പ്രധാന മത്സരവേദി. വിവിധ രാജ്യങ്ങളിൽ നിന്നുമായി 2200-ലേറെ കായിക താരങ്ങൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കും. ജപ്പാനിലെ കനത്ത ചൂട് കായിക താരങ്ങളുടെ പ്രകടനത്തെ ബാധിക്കുമോ എന്ന ആശങ്ക ടീമുകൾക്കിടയിലുണ്ട്. നീരജ് ചോപ്രയുടെ നേതൃത്വത്തിൽ ഇറങ്ങുന്ന ഇന്ത്യൻ ടീമിൽ 19 അംഗങ്ങളാണുള്ളത്. മത്സരം 21-ന് സമാപിക്കും. ഹൃദയമാറ്റ ശസ്ത്രക്രിയയ്ക്കായി 13-കാരിയെ കൊച്ചിയിലെത്തിച്ചത് വന്ദേ ഭാരതിൽ. അഞ്ചൽ ഏരൂർ സ്വദേശിയായ പെൺകുട്ടിയെയാണ് എയർ ആംബുലൻസ് ലഭിക്കാത്തതിനെ തുടർന്ന് വന്ദേ ഭാരതിൽ എറണാകുളത്ത് എത്തിച്ചത്. ലിസി ആശുപത്രിയിലാണ് ശസ്ത്രക്രിയ. ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് 3 വർഷമായി ചികിത്സയിലായിരുന്നു കൊല്ലം സ്വദേശിയായ പെൺകുട്ടി. അനുയോജ്യമായ ദാതാവിനെ കിട്ടിയപ്പോൾ വൈകുന്നേരം 7 മണിക്കുള്ളിൽ ലിസി ആശുപത്രിയിലെത്താൻ ഡോക്ടർമാർ നിർദ്ദേശിച്ചു. വളരെ വേഗം കൊച്ചിയിലെത്താൻ എയർ ആംബുലൻസ് സൗകര്യം തേടിയെങ്കിലും ലഭ്യമായില്ല. ജനപ്രതിനിധികളുടെ കൂടി ഇടപെടലോടെയാണ് വന്ദേ ഭാരത് യാത്ര തെരഞ്ഞെടുത്തത്. പോലീസും റെയിൽവേ അധികൃതരും നാട്ടുകാരും കൈകോർത്തതോടെ എല്ലാം വേഗത്തിൽ തയ്യാറായി. 7 മണിയോടെ മാതാപിതാക്കൾക്കൊപ്പം കുട്ടി എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ എത്തി. ഇവിടെ കാത്തുനിന്ന ആംബുലൻസിൽ നേരെ ആശുപത്രിയിലേക്ക്. കുട്ടിയുടെ ആരോഗ്യനില വിശദമായി പരിശോധിച്ച ശേഷമായിരിക്കും ശസ്ത്രക്രിയ. ഇനി പ്രാർത്ഥനകൾ മാത്രമാണുള്ളത്. അമൃത ന്യൂസ്, കൊച്ചി. മുള്ളംകൊല്ലി പഞ്ചായത്ത് അംഗം ജോസ് നെല്ലേടത്തിന്റെ ആത്മഹത്യയിൽ വയനാട് കോൺഗ്രസിനുള്ളിലെ വിവാദങ്ങൾ കൊഴുക്കുന്നു. വാർഡ് പ്രസിഡന്റിനെ കള്ളക്കേസിൽ കുടുക്കിയുള്ള രാഷ്ട്രീയ വൈരാഗ്യവും പഞ്ചായത്ത് അംഗത്തിന്റെ മരണവും ഉണ്ടാക്കുന്നത് വലിയ വിവാദങ്ങളാണ്. പോലീസിന് ലഭിച്ച ആത്മഹത്യാക്കുറിപ്പിൽ ജില്ലയിലെ പ്രമുഖ കോൺഗ്രസ് നേതാക്കളുടെ പേരുകൾ പരാമർശിച്ചിട്ടുണ്ടെന്നാണ് സൂചന. വാർഡ് പ്രസിഡന്റിനെ കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ അടച്ച സംഭവത്തിൽ ആരോപണ വിധേയനാണ് ആത്മഹത്യ ചെയ്ത ജോസ് നെല്ലേടം. രാഷ്ട്രീയ ഭിന്നതകളും ഗ്രൂപ്പ് പോരും നേതാക്കളുടെ തമ്മിലടിയും കൊണ്ട് സംഘടനാ പ്രതിസന്ധി തുടരുന്ന വയനാട് കോൺഗ്രസിൽ പഞ്ചായത്ത് അംഗത്തിന്റെ ആത്മഹത്യ പുതിയ വഴിത്തിരിവിലേക്ക് കടക്കുമെന്ന സൂചനയാണ് ലഭിക്കുന്നത്. വയനാട്ടിലെ കോൺഗ്രസിന്റെ ശക്തികേന്ദ്രമായ മുള്ളംകൊല്ലിയിലെ തമ്മിലടി പരിഹരിക്കുന്നതിൽ നേതൃത്വം പരാജയമാണെന്ന ആരോപണം ശക്തമാകുന്നതിനിടെയാണ് വാർഡ് പ്രസിഡന്റിനെ തന്നെ കള്ളക്കേസിൽ കുടുക്കിയുള്ള രാഷ്ട്രീയ വൈരാഗ്യവും പഞ്ചായത്ത് അംഗത്തിന്റെ മരണവും ഉണ്ടാകുന്നത്. ഈ കേസിൽ ആരോപണ വിധേയനായ ജോസ് നെല്ലേടത്തെ കഴിഞ്ഞ ദിവസം പോലീസ് ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് വീടിന് സമീപത്തെ കുളത്തിൽ ജോസിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കാലുകൾ പരസ്പരം ബന്ധിച്ച് കൈഞ്ഞരമ്പുകൾ മുറിച്ച നിലയിലായിരുന്നു കുളത്തിൽ ജോസിനെ കണ്ടെത്തിയത്. DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യയെ തുടർന്നുണ്ടായ വിവാദം കെട്ടടങ്ങും മുമ്പേ ജോസിന്റെ ആത്മഹത്യ കോൺഗ്രസിന് തലവേദന സൃഷ്ടിക്കുകയാണ്. പടലപ്പിണക്കം രൂക്ഷമായതിനാൽ ജോസിന്റെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ച മുള്ളംകൊല്ലി പഞ്ചായത്ത് ഓഫീസിനു മുമ്പിൽ പ്രമുഖ കോൺഗ്രസ് നേതാക്കളുടെ അസാന്നിധ്യം ചർച്ചയായിട്ടുണ്ട്. അതേസമയം പോലീസിന് ലഭിച്ച ജോസ് നെല്ലേടത്തിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ പ്രമുഖ 3 കോൺഗ്രസ് നേതാക്കളുടെ പേരുകൾ പരാമർശിച്ചിട്ടുണ്ടെന്നാണ് സൂചന. അമൃത ന്യൂസ്, വയനാട്. കൊല്ലത്ത് കോടതി വെറുതെ വിട്ടയാളെ അർദ്ധരാത്രി വീട്ടിൽ നിന്നും പിടിച്ചുകൊണ്ടുപോയ സംഭവത്തിൽ പോലീസിന് വീഴ്ച സംഭവിച്ചെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. സംഭവത്തിൽ ചാത്തന്നൂർ പോലീസിനെതിരെ പരാതി നൽകിയതിന്റെ പേരിൽ തന്നെ വേട്ടയാടാൻ ശ്രമിക്കുന്നുവെന്നും അജി പറഞ്ഞു. കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകും വരെ നിയമ പോരാട്ടം തുടരുമെന്ന് അജി അമൃത ന്യൂസിനോട് പറഞ്ഞു. 2025 ജനുവരി 29 കോടതി തീർപ്പാക്കിയ കേസിലാണ് ഫെബ്രുവരി 18 അർദ്ധരാത്രി പോലീസ് സംഘം അജിയുടെ വീട്ടിലെത്തിയത്. മതിൽ ചാടിക്കടന്നെത്തിയ ചാത്തന്നൂർ CIയുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥർ ബലം പ്രയോഗിച്ചാണ് അജിയെ പിടികൂടിയത്. കേസ് തീർപ്പാക്കിയെന്ന് അജി പറഞ്ഞെങ്കിലും അത് കേൾക്കാതെ പിടികൂടിയതിൽ പോലീസിന് വീഴ്ചയുണ്ടായി എന്നാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ കണ്ടെത്തൽ. നരനായാട്ട് തന്നെയാണ് കാണിച്ചത്. കാരണം എന്നെ 4-5 പേരോളം വന്ന് എടുക്കുകയാണ്. പിടിച്ച് വലിക്കുന്നു, ഷോൾഡർ പിടിക്കുന്നു, കഴുത്തിന് പിടിക്കുന്നു. ഒക്കെ ചെയ്യുമ്പോൾ ഇത് കണ്ടുകൊണ്ട് ഭയന്ന് വിറച്ച് കുട്ടികൾ കരയുന്നുണ്ട്. ഞാൻ അനുഭവിച്ച മാനസിക സംഘർഷം, എൻ്റെ കുഞ്ഞുങ്ങൾ അനുഭവിച്ച മാനസിക പീഡനം, മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ പരിഹാസനായി മാറി. ഈ പറഞ്ഞ ഇത്രയും വിഷമങ്ങൾ ഞാൻ ഇതിലൂടെ കടന്നു പോകുമ്പോഴൊന്നും ഒരു നടപടിയോ ഒരു ആശ്വാസമൊക്കെ ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നോ ഇതിൽ നിന്ന് നമുക്ക് വന്നിട്ടില്ല. ഇപ്പോഴാണ് എനിക്കൊരു ആശ്വാസം പോലെ തോന്നിയത്. ഈ മനുഷ്യാവകാശ കമ്മീഷനിൽ ഞാൻ പരാതിപ്പെട്ടത് നന്നായി. പോലീസിനെതിരെ കോടതിയെ സമീപിച്ചതോടെ പിന്നാലെ പെറ്റി കേസിന്റെ പേരിൽ പോലീസ് വേട്ടയാടിയെന്ന് അജി പറയുന്നു. തനിക്കുണ്ടായ മാനനഷ്ടത്തിന് നടപടി ഉണ്ടാകണമെന്നതാണ് ആവശ്യം. അതേസമയം കോടതിയിൽ നിന്നും അറസ്റ്റ് മെമ്മോ തിരികെ വിളിക്കുന്നതിലുണ്ടായ വീഴ്ച കാരണമാണ് പരാതിക്കാരനെ കസ്റ്റഡിയിൽ എടുത്തതെന്നും പോലീസിന് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നുമായിരുന്നു ജില്ലാ പോലീസ് മേധാവിയുടെ റിപ്പോർട്ട്.
കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകും വരെ നിയമ പോരാട്ടം തുടരാനാണ് അജിയുടെ തീരുമാനം. അമൃത ന്യൂസ്, കൊല്ലം. തിരുവനന്തപുരം ചുള്ളിമാനൂർ സ്വദേശി ബിന്ദുവിനെതിരായ പേരൂർക്കട പോലീസിന്റെ വ്യാജമാല മോഷണ കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് പുറത്ത്. പോലീസിന്റെ വീഴ്ച വ്യക്തമാക്കുന്ന അന്വേഷണ റിപ്പോർട്ടാണ് പുറത്തു വന്നത്. പേരൂർക്കട SHO ശിവകുമാർ, പരാതിക്കാരി ഓമന ഡാനിയൽ എന്നിവർക്കെതിരെ നടപടി വേണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ചുള്ളിമാനൂർ സ്വദേശി ബിന്ദു മോഷ്ടിച്ചതായി പറയുന്ന മാല സോഫക്കടിയിൽ നിന്നും ലഭിച്ച കാര്യം പരാതിക്കാരി ഓമന ഡാനിയലും മകളും SI പ്രസാദിനോട് പറഞ്ഞിരുന്നു. SIയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ഓമന ഡാനിയൽ കള്ളം പറഞ്ഞത്. ചവറുകൂനയിൽ നിന്നും മാല കിട്ടിയതായി പറഞ്ഞാൽ മതിയെന്ന് SI അറിയിച്ചു. ഒരു ഗ്രേഡ് SI എഴുതി തന്ന മൊഴിയിൽ ഒപ്പിടുക മാത്രമാണ് തങ്ങൾ ചെയ്തതെന്ന് പരാതിക്കാരിയുടെ മകൾ നിധി ഡാനിയൽ പറയുന്നു. ഗ്രേഡ് SI എഡ്വിനാണ് മൊഴി എഴുതി നൽകിയതെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. മാല ലഭിച്ചതായി ഓമന ഡാനിയൽ അറിയിച്ചതിനു ശേഷം സ്റ്റേഷനിലുണ്ടായിരുന്ന CCTVയിൽ നിന്ന് ലഭിച്ച ദൃശ്യങ്ങളും ശബ്ദ സന്ദേശങ്ങളും SI ഉൾപ്പെടെയുള്ള സ്റ്റേഷനിലെ ജീവനക്കാർക്ക് എതിരാണ്. മാല തിരികെ ലഭിച്ചതായും ഇനി എന്തു ചെയ്യുമെന്ന് SI പ്രസാദ് ചോദിക്കുന്നതും ശബ്ദ സന്ദേശത്തിൽ വ്യക്തമാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. പേരൂർക്കട SHO ശിവകുമാർ, പരാതിക്കാരി ഓമന ഡാനിയൽ എന്നിവർക്കെതിരെ നടപടി വേണമെന്നും റിപ്പോർട്ടിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. തന്നെ ഒരു രാത്രി സ്റ്റേഷനിൽ തടഞ്ഞുവെച്ച് പീഡിപ്പിച്ചതിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് ബിന്ദു മനുഷ്യാവകാശ കമ്മീഷൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ജില്ലയ്ക്ക് പുറത്തുനിന്നുള്ള DYSP വിദ്യാധരനാണ് അന്വേഷണം നടത്തിയത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.